വെൽക്കം ഡിയേഴ്സ്, എല്ലാവർക്കും മൈനക്കിളി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മട്ടൻ ബിരിയാണി വെച്ചാലോ? അപ്പോൾ നമുക്ക് മട്ടൻ കഴുകിയെടുക്കാം. മട്ടൻ കഴുകുമ്പോൾ ഞാനിവിടെ കുറച്ച് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കഴുകാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇനി കുറച്ച് ചുവന്നുള്ളിയും കുരുമുളക് പൊടിച്ചതും പെരിഞ്ജീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമുക്ക് ഈ മട്ടനെ വേവിക്കാൻ വയ്ക്കാം. സവാള നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാനാണ്. ഈ പരുവത്തിൽ വേണം സവാള. ഇനി അല്പം നെയ്യ് ചൂടാക്കി ഞാനതിലേക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് സവാളയിട്ട് വറുത്ത് കോരിയെടുക്കാം. സവാള വറുത്ത് കോരി നമ്മൾ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില നല്ലതുപോലെ അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ അരി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പട്ട, ഗ്രാമ്പു, ഏല, തക്കോലൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഞാൻ കുറച്ച് റൈസിൻ്റെ എസൻസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ചോറൊന്നും ഒട്ടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ എസൻസ് ഒഴിച്ചത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബിരിയാണി ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്മെല്ലാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് വെച്ചിട്ട് നെയ്യ് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ നെയ്യ് ചൂടാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് വെള്ളത്തിൽ കലക്കി എടുക്കേണ്ടതുണ്ട്. മഞ്ഞ കളറ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചോറിലൊഴിക്കുമ്പോൾ. അപ്പോഴേക്കും പട്ട, ഗ്രാമ്പൂ, ഏലമൊക്കെ ഇട്ട് നമ്മൾ അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ തക്കാളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർക്കാം. തക്കാളി നന്നായി വഴന്ന് വരുമ്പോഴാണ് മല്ലിയില ചേർക്കേണ്ടത്. മല്ലിയില ഏകദേശം പാകമായിട്ട് വരുമ്പോൾ നമുക്ക് പുളിയില്ലാത്ത കുറച്ച് തൈര് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. പുളിയില്ലാത്തത് ആവണം. പുളിയുള്ളതാണെങ്കിൽ ഒരു സ്പൂണെങ്കിലും ചേർത്താൽ മതി. അങ്ങനെ തൈര് ചേർത്ത് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പിന്നെ അല്പം ചെറുനാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങയുടെ മതി, അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും പൊടികൾ ചേർക്കാം. മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, അല്പം ഗരം മസാല, ഇതൊക്കെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ മട്ടൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെങ്കിലും ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പാണ്, അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഈ മസാല ഏകദേശം നല്ല പാകമായി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കാം. മട്ടൻ ഞാനിവിടെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അടിച്ചെടുത്തത്. നമ്മുടെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ ആ മസാലയൊക്കെ നല്ലതുപോലെ വറ്റി ഒരു പാകമായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചോറ് ഒരു 80% വേവിച്ച് ഊറ്റിയെടുത്ത് വയ്ക്കുക. ആ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ പരത്തി കട്ട കെട്ടാതെ ഇട്ട് കൊടുക്കണം. കട്ടയൊന്നും ഈ തരത്തിൽ വേവിച്ചെടുക്കുമ്പോൾ കട്ട ഉണ്ടാവില്ല, നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തത് കൊണ്ട്. ഇനി നമ്മൾ ആ കുങ്കുമപ്പൂവ് ഇട്ട വെള്ളം കുറേശ്ശെ തെളിച്ച് കൊടുക്കാം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാളയും വിതറി കൊടുക്കാം. പിന്നെ ഞാനിവിടെ പുതിനയില ഉണക്കിയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് വേണം. അതായത് നമ്മുടെ ഗ്രേവി നമുക്ക് ആവശ്യമുള്ള തിക്കിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് വേണം ഈ ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ മേലെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെതറി നെയ്യൊക്കെ വെച്ച് ഇനി പാത്രം അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് വയ്ക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇനി സ്റ്റവ് ഓൺ ചെയ്യേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്.
നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബിരിയാണി ഇതേ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ സ്മെല്ലും അതേ ടേസ്റ്റുമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ വേവിക്കുമ്പോൾ വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത കാരണം മട്ടൻ്റെ ആ ഒരു കുത്തൽ മണമൊന്നുമില്ല. ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ നോക്കി മട്ടനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ ഇതേ നമ്മളൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. മട്ടൻ ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. മട്ടൻ വേവിക്കുമ്പോൾ വിനാഗിരിയൊക്കെ ചേർത്ത കാരണം നമുക്ക് മട്ടൻ്റെ മസാലയിൽ ആ കുത്തൽ മണമൊന്നുമില്ല. വളരെ ടേസ്റ്റും കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഈ മട്ടൻ ബിരിയാണി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.